നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമുക്ക് ഇതുപോലെ കണ്ടിന്യൂസ് റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ അത്രയ്ക്കും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഞാൻ ഒത്തിരി റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് മേടിച്ചത്. ഓൾമോസ്റ്റ് ഞാൻ ഓരോരുത്തരുടെ വീഡിയോയിലൊക്കെ ഈ സംഭവം കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഈ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. ഇതിന് മുന്നേ ഞാൻ ഈ ഡിജിടെക്കിന്റെ തന്നെ മേടിച്ചെങ്കിലും പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് അടിച്ചുപോയി. ഞാൻ ശരിയാക്കാൻ കൊണ്ടുപോയിട്ട് എനിക്കത് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരു റിംഗ് ലൈറ്റ് മേടിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് 4300 രൂപയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത് 4299 രൂപയിലാക്കി തന്നെയാണ്. കാരണം ഇത് എപ്പോഴും ഓഫർ ഒന്നും ഉണ്ടാകത്തില്ല. ഇത് എപ്പോഴും ആ ഒരു സെയിം റേറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. എനിക്കറിയത്തില്ല, അവർ നമുക്ക് ഓഫർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ് ഗൈസ് ഇത്. അപ്പോൾ ഞാനിവിടെ ഈ അൺബോക്സ് ചെയ്യാൻ പോകുന്ന റിംഗ് ലൈറ്റ് നമ്മുടെ ഡിജിടെക് ബ്രാൻഡിൻ്റെയാണ്. DRL 18HC എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന 18 ഇഞ്ച് LED റിംഗ് ലൈറ്റ് വിത്ത് 158 സെൻറ്റിമീറ്റർ വരുന്ന സ്റ്റാൻഡൊക്കെ ഉള്ള ഒരു റിംഗ് ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ റിംഗ് ലൈറ്റ് ഇതുപോലൊരു സേഫ് പാക്കേജിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു ബാഗ് ഉണ്ട്, സിബൊക്കെ ഉള്ള നല്ല സേഫ് ആയിട്ടാണുള്ള ഒരു പാക്കേജിങ് വരുന്നത്. ബോഡി വെയിറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. നല്ല വലിയ റിംഗ് ലൈറ്റ് ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ കാർട്ടിൽ ഇട്ട് വെച്ചിരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിലിത് ആ ഒരു ബാഗിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു വള്ളിയുണ്ട്. അതിൻ്റെ അകത്താണ് അഡാപ്റ്ററൊക്കെ വെക്കാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡും ഉണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, കാരണം മുൻപ് ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ സ്റ്റാൻഡ് ഭയങ്കര അടിപൊളിയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ട്രൈപോഡിന് വന്നിട്ട് 3 ലോക്കാണുള്ളത്. നമുക്ക് ഏത് ഹൈറ്റിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ലോക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല ഹൈറ്റ് ഉണ്ട്. മെറ്റാലിക് ബോഡിയാണ് വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു സ്റ്റാൻഡിനാണെങ്കിലും ഞാൻ ആദ്യം മേടിച്ച ഒരു റിംഗ് ലൈറ്റ് ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കാം. അതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രോങ് അല്ല, ഇത് നല്ല സ്ട്രോങ് ആണ്. ഇരുന്നോളും, നല്ലപോലെ ആ ഒരു ഹോൾഡ് ചെയ്തിരുന്നോളും. നമുക്ക് ഈ റിംഗ് ലൈറ്റ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഈ 2 അഡ്ജസ്റ്റിംഗ് നോബ്സ് ഉണ്ട്. ഒരെണ്ണം റിംഗ് ലൈറ്റിലേക്കുള്ളതും ഒരെണ്ണം സ്റ്റാൻഡിലേക്കുള്ളതും. ഇതാണ് ആ 2 നോബ്. ഇത് വെച്ച് വേണം നമുക്ക് എങ്ങനെ വേണം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. നോർമലി കുത്തിയിട്ടിട്ട് ഉപയോഗിക്കാം, അല്ലാതെ തന്നെ നമുക്ക് 2 ബാറ്ററി യൂസ് ചെയ്തും ഇത് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ കണ്ടന്റിന്റെ പർപ്പസിനനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു അഡ്ജസ്റ്റിംഗ് നോബ് വെച്ചിട്ട് നമുക്കിത് ഫ്രണ്ടിലേക്ക് അതുപോലെ തന്നെ ബാക്കിലേക്കും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ മെയിൻ കുറച്ച് പാർട്സുകളുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു അഡാപ്റ്ററിന്റെ ഇത് വരുന്നത്, സെപ്പറേറ്റ് വരുന്നതാണ്. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന പോലെ പവർ കൊടുത്തിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. പിന്നെ ഇതിന്റെ കൂടെ ഈ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ ഒന്നും ടെക്നിക്കൽ ആയിട്ടുള്ള ടേം ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ സാധനം, ഇത് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന്. അങ്ങനെ കുറേ റിവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സംഭവം നമ്മൾ ആ ഒരു ഇതിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ബട്ടൺ നന്നായിട്ട് ടൈറ്റ് ആക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്യാമറ വെക്കുന്ന ഈ ഒരു ഹോൾഡർ അവിടെ പിടിപ്പിക്കുന്നത്. അതിലും ഒരു അഡ്ജസ്റ്റിംഗ് നോബുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും ഒറ്റ രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. നമുക്ക് ഈ റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ മൊബൈൽ പ്ലേസ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഏത് ആംഗിളിലാണ് വേണ്ടത് സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഹോൾഡറാണ്. അതുപോലെ തന്നെ ഇതിൽ USB പോർട്ടും ഉണ്ട്, അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള റിംഗ് ലൈറ്റ് ആണിത്. നമ്മൾ നോർമലി പവർ കുത്തി ഓണാക്കി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അകത്ത് കൂള് വേണോ വാം വേണോ എന്നുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു റിംഗ് ലൈറ്റിന്റെ. ഞാൻ ഇതിന് മുന്നേ ഒരു റിംഗ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.